ഹായ് മക്കളെ, അങ്ങനെ പ്രതീക്ഷ പോലെ തന്നെ ലാംഗ്വേജ് പരീക്ഷ വളരെ എളുപ്പമായിരുന്നു. നിങ്ങളൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് അറിയാം. നിങ്ങൾക്ക് എന്താണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് ഉറപ്പായിട്ടും എന്തായിരിക്കും? നിങ്ങളുടെ ലാംഗ്വേജ് തന്നെയായിരിക്കും. പരീക്ഷ എങ്ങനെ ഉണ്ട് എന്നുള്ള ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ആൻഡ് ഇന്ന് 1-ാം തീയതി ലാംഗ്വേജ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം എല്ലാ +1 കുട്ടികളും ടെൻഷനാണ്. കാരണം എന്താ, 5-ാം തീയതി ഇംഗ്ലീഷും 7-ാം തീയതി കെമിസ്ട്രി എക്സാമാണ്. ആൻഡ് ഈ 5-ാം തീയതി ഇംഗ്ലീഷ് ഒരു 2 വർഷം മുമ്പ് വരികയാണെങ്കിൽ എന്താ, ആ തലേ നോക്കിയാൽ മതി എന്ന് പറയുന്നു. പക്ഷേ ഇപ്പം എന്താണ്, അത്യാവശ്യം നല്ല ടഫായിട്ടാണ് ഇംഗ്ലീഷ് പരീക്ഷ വരുന്നത്. നിങ്ങൾക്ക് മാർക്ക് ഏറ്റവും കൂടുതൽ കുറയുന്നതും എന്താണ്, ഇംഗ്ലീഷ് പരീക്ഷയിൽ തന്നെയാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നല്ല സീരിയസ്നെസ് കൊടുക്കണം. അപ്പോൾ ഇന്ന് മുതൽ 5-ാം തീയതി ഇംഗ്ലീഷ് പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടുമെങ്കിലും പിന്നെ കെമിസ്ട്രി മൊത്തം കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് എങ്ങനെ അങ്ങോട്ട് പഠിക്കണം എന്നുള്ളതാണ് ഒരുപാട് കുട്ടികളുടെ ഏറ്റവും വലിയ ഡൗട്ട്. അത് എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അവസാനം വരെ കാണാം. ഫ്രണ്ട്സിന് ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടാണ് ഷെയർ അല്ല, ഇഷ്ടപ്പെടുകയാണ് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടെ പറയാം. എഡ്യൂപോർട്ടിൻ്റെ റാപ്പിഡ് റിവിഷനെ ബാച്ചിനെ കുറിച്ചാണ്. ഇത് ഞങ്ങളുടെ +2 ചാനലിൽ ഒരുപക്ഷെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. +2 ചാനൽ ഇന്നത്തെ ഫിസിക്സ് എക്സാം നിങ്ങളുടെ ലാംഗ്വേജ് എക്സാമിന് ഈസി ആണെന്ന് പറഞ്ഞാൽ അത്രയും നമ്പർ ഓഫ് കുട്ടികൾ എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിസിക്സ് എക്സാം +2 ഫിസിക്സ് എക്സാം എളുപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അവരൊക്കെ പറയുന്ന ഒരൊറ്റ റീസൺ എന്ന് പറഞ്ഞാൽ റാപ്പിഡ് റിവിഷനാണ്. കാരണം ലാംഗ്വേജിന് അതിന് പ്രത്യേക റോളൊന്നും ഇല്ലെങ്കിലും ഇനി അങ്ങോട്ട് വരുന്ന നിങ്ങളുടെ കെമിസ്ട്രി എക്സാം ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് റാപ്പിഡ് റിവിഷൻ ബാച്ചിലെ ഞങ്ങളുടെ ആ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൊസീജിയർ ആയിരിക്കും. അതിനെക്കുറിച്ച് ഓൾറെഡി വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയാത്തത് കൊണ്ട് തന്നെ ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറയാം. വെറും 99 രൂപക്കാണ് എന്ത് ചെയ്യുന്നത്, റാപ്പിഡ് റിവിഷൻ ബാച്ചിലേക്ക് ഞങ്ങൾ അഡ്മിഷൻ തരുന്നത്. ആൻഡ് ഒരൊറ്റ റീസണേ ഉള്ളൂ, നിങ്ങൾ പഠിക്കണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം. 10-ാം ക്ലാസ്സിലൊക്കെ നന്നായി പഠിച്ച നല്ല മാർക്ക് സ്കോർ ചെയ്ത് നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആകെ കൈവിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒക്കെ അവസാനിച്ചെടുത്തുനിന്ന് നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ഏറ്റവും ബെസ്റ്റ് അവസരമാണ് റാപ്പിഡ് റിവിഷൻ ബാച്ച്. ഒരുപാട് കുട്ടികൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങളെ ഇയറിൽ തന്നെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനത് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് 99 രൂപ മാത്രമാണ്. പാരൻസിനോടൊന്ന് സംസാരിച്ച് നോക്കുക. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വേർത്തായിരിക്കും. 5 സബ്ജക്റ്റിലും നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും ഓരോ സബ്ജക്റ്റിലും ഒരു 20 മാർക്ക് കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, റാപ്പിഡ് റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്താൽ കിട്ടൂല. ജോയിൻ ചെയ്ത് നിങ്ങൾ അത് പറയുന്ന ഷെഡ്യൂൾ പ്രകാരം പഠിച്ചാൽ കിട്ടും. പാരൻസിൻ്റെ ഫോണിലേക്കാണെങ്കിൽ ഞാനത് കമൻറ്റിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് പിൻ ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, ആരോ ഫോണിലാണോ ഗൂഗിൾ പേ ഉള്ളത് അതിലേക്ക് സെൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക, ലിങ്ക് ഫോം ഫില്ല് ചെയ്യുമ്പം നിങ്ങളുടെ മൊബൈൽ നമ്പറും അതേപോലെ തന്നെ നിങ്ങളെ ബാച്ചും കറക്റ്റ് ആവണം. മൊബൈൽ നമ്പറും നിങ്ങളെ ഗൂഗിൾ പേ നമ്പറും തമ്മിൽ ഒരു ബന്ധമില്ല. ഏത് മൊബൈൽ നമ്പറാണോ ഇവിടെ നിങ്ങൾ കൊടുക്കുന്നത് ആ നമ്പർ ഉപയോഗിച്ച് നിങ്ങളെ ആപ്പിൽ ലോഗിൻ ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ക്ലാസ്സസ് അൺലോക്ക് ആയി കാണുക എന്നുള്ളത് പ്രത്യേകം എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ കോഴ്സും കറക്റ്റ് ആയിരിക്കണം. കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്കും അതേപോലെ ബയോ സയൻസ് കുട്ടികൾക്കും സെപ്പറേറ്റ് കോഴ്സ്, സെപ്പറേറ്റ് ഷെഡ്യൂൾ ആയിരിക്കും. സോ ഇനി വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിലേക്ക് തന്നെ പോകണമെങ്കിൽ നിങ്ങൾക്കറിയാമല്ലേ, ഇംഗ്ലീഷിന് പ്രധാനമായിട്ടും 3 പാർട്ടുകളാണുള്ളത്. ഒന്ന് ഗ്രാമറാണ്, പിന്നെ റൈറ്റിംഗ്, അതിന് വേറെന്തോ ഒരു പേരുണ്ട്, എന്നോട് മറന്നു, എലക്യൂഷൻ എന്ന് വെച്ചാൽ എലക്യൂഷൻ പ്രസംഗമല്ലേ, അങ്ങനത്തെ എന്തോ സാധനമുണ്ട്. എന്തായിരുന്നു, നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, റൈറ്റ്. പിന്നെ നമ്മുടെ ചാപ്റ്ററിൻ്റെ സമ്മറി. ഇത് 3 കൂടെ ഇടകലർന്നാണല്ലേ നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദ്യം വരിക. അപ്പം നിങ്ങൾക്ക് ഗ്രാമറിൻ്റെ ഓൾറെഡി നമ്മൾ വീഡിയോ സീരീസ് ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാമർ സീരീസ് തരുന്നുണ്ട്. അത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ കണ്ട് പഠിക്കുക എന്ന് അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാനിവിടെ കമൻറ്റിൽ പിൻ ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, വെറുതെ കണ്ടിരിക്കരുത്, ചില ചോദ്യങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. ഒരു ചോദ്യം സാറ് പറഞ്ഞാൽ രണ്ടാമത്തെ എന്ത് ചെയ്യുക, നിങ്ങൾ ചോദ്യം ചെയ്ത് നോക്കുക. ഗ്രാമറിൻ്റെ മുഴുവൻ പോർഷൻസും നമ്മൾ വീഡിയോസ് ആയിട്ട് തരും. അതേപോലെ തന്നെ ഇന്നു മുതൽ ഇംഗ്ലീഷിൻ്റെ റൈറ്റിംഗ്, അതായത് എങ്ങനെ പത്രപരസ്യം എഴുതാം, എങ്ങനെ പ്രൊഫൈൽ ഉണ്ടാക്കാം, എങ്ങനെ എന്താ പറയുക CV ഉണ്ടാക്കാം തുടങ്ങിയ എല്ലാ റൈറ്റിംഗ്, അതിൻ്റെ പേരെന്തായിരുന്നടാ പോട്ടെ, ആ സാധനം എന്താണ് ഇന്നു മുതൽ നമ്മൾ വീഡിയോസ് ആയിട്ട് തരും നിങ്ങളുടെ 4-ാം തീയതി രാത്രി വരെ. അത് അതേപോലെ പഠിച്ചാൽ മതി. ഞാൻ ഒരിക്കൽ കൂടെ പറയാണ്, എഴുതി നോക്കുക. വെറുതെ കിട്ടുന്ന മാർക്കാണ്. സങ്കടമാവാതിരിക്കാൻ എന്ത് ചെയ്യുക, എഴുതി ശീലിക്കുക. ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും വേറെ ആരെങ്കിലും ഒരു പ്രൊഫൈൽ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ഉണ്ടാക്കാൻ നോക്കണം. ആ ഒരു രീതിയിൽ നോക്കുക. ആൻഡ് സമ്മറിയുടെ വീഡിയോ നമ്മൾ ലൈവായിട്ട് തരും. ആകെ തരാൻ പോകുന്നത് എന്താണ്, 5-ാം തീയതി നിങ്ങളുടെ പരീക്ഷയ്ക്ക് 3-ാം തീയതി രാത്രി 7 മണിക്കായിരിക്കും. മുഴുവൻ ചാപ്റ്ററുകളുടെയും സമ്മറികൾ എന്ത് ചെയ്യും, നമ്മൾ നിങ്ങളെ പഠിപ്പിച്ചു തരും.
ഓക്കെ ലൈവായിട്ട് നമ്മൾ പഠിക്കും. ഇതാണ് നിങ്ങൾ ആദ്യത്തെ ലൈവ് വരാൻ വരുന്നത്. ആൻഡ് അത് കഴിഞ്ഞ് 4-ാം തീയതി നമ്മൾ വൈകുന്നേരം മുതൽ ഈ ഗ്രാമറും റൈറ്റിങ്ങും സമ്മറിയും ഒക്കെ കൂടെ നമ്മളുടെ മെഗാ വെടിക്കെട്ട് റിവിഷൻ എന്ത് ചെയ്യും നമ്മൾ 4-ാം തീയതി ചെയ്യും. ആൻഡ് ഇതിൽ നിങ്ങൾ ഈ ക്ലാസ്സസ് ഒക്കെ അടിപൊളിയാണെങ്കിൽ ഒരു കാര്യം വീണ്ടും 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 ഞാൻ പറയാണ്, എന്താണ്, നിങ്ങൾ എഫേർട്ട് എടുക്കണം, ചെയ്ത് നോക്കണം. സമ്മറി ജസ്റ്റ് കണ്ടാൽ മതി, വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റൈറ്റിങ്ങിനും ഗ്രാമറിനും നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നത് തന്നെയാണ് മാർക്ക്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പകലൊക്കെ കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റൊക്കെ ഒരു വീഡിയോ കാണാം, ബാക്കി സമയങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ കെമിസ്ട്രി നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇന്ന് രാത്രിയും അതേപോലെ തന്നെ നാളെ രാത്രിയും നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ ലൈവുകളാണ് ഉണ്ടാവുക. ആൻഡ് അതിനേക്കാളുപരി നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് റാപ്പിഡ് റിവിഷനിൽ എന്താണോ ഷെഡ്യൂൾ തന്നത് അത് അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കുക. 5-ാം തീയതി നിങ്ങൾ ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞത് മുതൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കെമിസ്ട്രിയുടെ ഫുൾ മാരത്തോൺ, മെഗാ മാരത്തോൺ നമ്മൾ തരും. അപ്പം നിങ്ങൾക്ക് കെമിസ്ട്രി നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ എത്രമാത്രം കെമിസ്ട്രിക്ക് ഈ 5-ാം തീയതി വരെ നിങ്ങൾ സമയം കൊടുക്കുന്നതനുസരിച്ചിരിക്കും. പക്ഷെ അവിടെ ഒരിക്കലും തരുത് ഇംഗ്ലീഷ് താഴോട്ട് പോരുത്. കെമിസ്ട്രിയും ഇംഗ്ലീഷും, അതായത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തത്, ഡിസ്ട്രാക്ഷൻസ് പൂർണ്ണമായി ഒഴിവാക്കുക. ഒരിക്കൽ കൂടെ പറയുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാം നോക്കുന്ന സമയം മാത്രമല്ല നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. ഇൻസ്റ്റഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അതേ എഫേർട്ട് വേണ്ട പഠനം എന്തായിരിക്കും, നിങ്ങൾക്ക് ബോറിംഗ് ആയി തോന്നും, പഠിക്കാൻ തോന്നില്ല, പഠിക്കാൻ മടി തോന്നും, ബുക്ക് തുറന്നാൽ ഉറക്ക് വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതിനൊറ്റ വഴിയേ ഉള്ളൂ, ഇൻസ്റ്റഗ്രാമും അതേപോലത്തെ എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ആണ് നിങ്ങളുടെ ഫോണിലുള്ളത് അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത് അൺഇൻസ്റ്റാൾ ചെയ്യുക, ലോക്കിട്ട് പൂട്ടാൻ പറ്റുന്നത് ലോക്കിട്ട് പൂട്ടുക. നിങ്ങളുടെ സീനിയേഴ്സ് +2 അത് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടഫ് ആവുമായിരുന്ന ഫിസിക്സ് എക്സാം 65% കുട്ടികൾക്ക് ഏറ്റവും എളുപ്പമായി മാറിയിട്ടുണ്ട്. ജീവിതത്തിൽ ഇതുവരെ ഇതിൽ വെച്ച് ഏറ്റവും എളുപ്പമുള്ള ഫിസിക്സ് എക്സാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെയും ഇനി അങ്ങോട്ടുള്ള എക്സാം അങ്ങനെയാണെങ്കിൽ വേറെ എന്ത് ചെയ്തിട്ടും ഏത് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്താലും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നടക്കൂല മക്കളെ. മാർച്ച് 23, 26 എന്നാണോ നിങ്ങളെ പരീക്ഷ കഴിയുന്നത് അതുവരെ പൂട്ടിട്ട് വെക്കുക, താഴിട്ട് വെക്കുക. കാരണം എന്താ, പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്യാൻ നിങ്ങൾ നോക്കരുത്. ഒരു പേടിയും പേടിക്കേണ്ട. കട്ടൊക്കെ എന്തുണ്ടാവും, എജ്യൂപോർട്ട് കൂടെ ഉണ്ടാവും. ഇത് മാത്രമാണ് ഇംഗ്ലീഷിന് നിങ്ങൾ ചെയ്യേണ്ടത്. ആൻഡ് കെമിസ്ട്രി ലൈവുകളിൽ നിങ്ങൾ പങ്കെടുക്കുക, റാപ്പിഡ് റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ആൻഡ് അതിലെ ഷെഡ്യൂൾ പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുകയും ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. ടെൻഷൻ അടിക്കേണ്ട. കെമിസ്ട്രിയും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ്, പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിന് സമയമുള്ള എക്സാമുകളാണ്. അന്നേരമൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്നത് RRB അഥവാ റാപ്പിഡ് റിവിഷൻ ബാച്ച് ആയിരിക്കും. സോ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്കും അല്ലാത്ത ആൾക്കാരോടൊക്കെ പറയാനുള്ളത് അത് അതേപോലെ ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.